ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? കണ്ടില്ലേ, നാട്ടിലെൻ്റെ ചെടികളുടെ അവസ്ഥയാണിത്. എൻ്റെ ഗാർഡൻ എല്ലാം കൂടി ഇപ്പോൾ ഫോറസ്റ്റ് ആയിരിക്കുകയാണ്. ഫോറസ്റ്റ് ഗാർഡനാണ് ഇപ്പോൾ അത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവസ്ഥ. കളകളും ചെടികളൊക്കെ വളർന്ന് ഒരുമിച്ച് കണ്ട. അതിൻ്റെ ഇടയിൽ കൂടെ ആ സന്തോഷം നൽകിക്കൊണ്ട് നമ്മൾ വല്ലാതെ പരിപാലിച്ചില്ലെങ്കിലും ഇഷ്ടംപോലെ സന്തോഷം തരുന്ന ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മോർണിംഗ് ഗ്ലോറി ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ചെടികളുണ്ട്. പിന്നെ പലതിൻ്റെയും പേരെനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും അതൊക്കെ മഴയായതുകൊണ്ട് വെള്ളത്തിനൊന്നും വലിയ ക്ഷാമം ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. കണ്ടൊരു പൂമ്പാറ്റക്കുട്ട ഇരുന്ന് തേൻ കുടിക്കുക കേട്ടോ. ഞാൻ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്തിട്ടൊന്നും മൂപ്പർക്ക് യാതൊരു അനക്കവും ഇരുന്ന് കുടിക്കൽ കണ്ണടച്ച് വിട്ടിച്ചിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് എന്നെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ എപ്പോഴേ പറഞ്ഞ് സ്ഥലം വിടേണ്ടതാണ്. പിന്നെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. പിന്നെയും ഇത് കാട്ടിലാണ്, വയനാട്ടിലൊക്കെ ഉണ്ടാവുക. പക്ഷേ നാട്ടിലൊക്കെ നമ്മൾ വളർത്തും കേട്ടോ. ഈ മോർണിംഗ് ഗ്ലോറി കണ്ടില്ലേ, നിറഞ്ഞ് പൂത്തിരിക്കുക കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്നെടുത്താൽ നേരിട്ട് കാണുക തന്നെ വേണം, അപ്പോഴതിൻ്റെ ഒരു ഭംഗി കേട്ടോ. നേരിട്ട് കണ്ടാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ചെടി അങ്ങനെ തന്നെ വയനാട്ടിലൊക്കെ വേലി വളർത്ത് വെച്ച് പിടിപ്പിക്കും, നാട്ടിലൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കും. പിന്നെ ഉണ്ട് 4 മണി ഉണ്ട്, പിന്നെ ഹാങ്ങിങ് മെലസ്ട്രോമ കണ്ടോ, ഇടയ്ക്ക് കാണുന്നില്ല കുഞ്ഞ് റോസ് പൂ. അതിവിടെ നിറച്ചും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ഭംഗിയാണ് കാണാൻ. മെലസ്ട്രോമയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, പൂവിന് ചെറിയൊരു ആകൃതി ഉണ്ട് എന്നല്ലാതെ അതിൻ്റെ ചെടി പടർന്നിട്ടാണ് ഉണ്ടാവുക. തൂക്കിയട്ടിയിലൊക്കെ വളർത്താം കേട്ടോ. നിലത്ത് വളർത്താതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വളർത്തുകയാണെങ്കിൽ ഒരു പോർഷൻ മാത്രം കെട്ടി തിരിച്ചിട്ട് വേണം വളർത്തണമെങ്കിൽ, ഇല്ലെങ്കിൽ എല്ലായിടത്തും കൂടി ഇത് പടർന്ന് കയറി പോകും. അങ്ങനത്തെ ഒരു ചെടി കേട്ടോ. എന്നാലും ഭയങ്കര ഭംഗിയാണ്, നല്ല രസം അങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. നിറച്ചും പൂമ്പാറ്റകളും തേനീച്ചകളൊക്കെ ആയിട്ട് എന്തൊരു രസമാണെന്നറിയോ. ഉത്സവ കാഴ്ചയാണ് തരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ചെടികളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല. കാരണം പുല്ലും കാടും അതിൻ്റെ ഇടയിൽ കൂടെ ചെടികളൊക്കെ ആയിട്ട് ഇപ്പോൾ പുല്ലും കാടുമാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ ചെടികളൊന്നും ഇപ്പോൾ എൻ്റെ കണ്ണിൽ പെടുന്നില്ല. പഠിച്ചോനെ, ഇതൊക്കെ ഇനി അങ്ങനെ ശരിയാക്കി എടുക്കണം എന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം ഇപ്പോൾ ഇടയ്ക്കല്ലേ ഞാൻ എൻ്റെ വീടും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിലാണ്. ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം കിട്ടുന്നതുകൊണ്ട് എനിക്കിതൊന്നും നന്നാക്കി എടുക്കാനൊന്നും കഴിയുന്നില്ല. വന്ന് കാണുക, പോവുക, നിസ്സഹായ അവസ്ഥയാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് അല്ലെങ്കിലൊക്കെ ബാക്കിയായി കിട്ടണമെന്ന് മാത്രമാണ്. കാരണം ഒരു കഷ്ണമെങ്കിലും ബാക്കിയായി കിട്ടിയാൽ നമുക്ക് എങ്ങനെയെങ്കിലും പിടിപ്പിച്ചെടുക്കാമല്ലോ. അതുകൊണ്ട് എന്തൊക്കെയോ ചെടികളൊക്കെ പോയിട്ടുണ്ട്. പോയത് പോട്ടെ അല്ലേ, ഇപ്പം എന്താ ചെയ്യുക. വീണ്ടും നമുക്ക് ഇതിനെക്കാട്ടും മനോഹരമായൊരു ഗാർഡൻ ഒരുക്കി എടുക്കണം, വേറെ എന്താ അല്ലേ. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷകളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ശരിയാവും, ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ.